ഇങ്ങനെ കിടക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, അതിന്റെ എഡിമ ഒന്നുണ്ടായിരിക്കില്ല, എങ്ങനെയുള്ളിൽ എഡിമ ഒന്നുണ്ടായിരിക്കും. സർവൈവൽ സാധ്യത എത്രയുണ്ടായിരുന്നു? ചാൻസ് ഭയങ്കര കുറവാണ്. ഇപ്പോഴല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇത് വീണ് കഴിയുമ്പോൾ ഇതിന്റെ പ്രായവും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര? അത് ഓൾറെഡി ചെറിയ സ്പേസിലായതുകൊണ്ട് അതിന് റെസ്പിറേഷൻ ഒന്നും പ്രോപ്പറായിട്ട് കിട്ടൂല, ഉള്ളിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായി. അതായിരിക്കും പ്രധാനപ്പെട്ട തളർന്നു പോയിട്ടുണ്ടാവും. ഇടുങ്ങിയ സ്ഥലമായതുകൊണ്ട് അതിന് പിൻഭാഗത്ത് അതുപോലെ കുടുങ്ങിപ്പോകാം പെട്ടെന്ന്. മലർന്നു വീണതാണ് ഒരു പക്ഷേ അല്ലേ? എങ്ങനെ വീണാലും അതിന് ഇഞ്ചുറി ഉണ്ടായിരിക്കും. ഇനി തൊറാസിക് ഇഞ്ചുറി, ഇന്റർണൽ ഇഞ്ചുറി, തൊറാസിക് ഇഞ്ചുറി, ലങ് എഡിമയൊക്കെ വരും. അതായിരിക്കും ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമ്മൾ കറക്റ്റ് കാര്യം. ലിഷോയുണ്ട് വിവരങ്ങളുമായി. ലിഷോയി നമ്മുടെ കൺമുന്നിലാണ് അതിൻ്റെ ജീവൻ നഷ്ടമായത്. പരമാവധിയൊക്കെ ശ്രമിച്ചു വനംവകുപ്പ്, നാട്ടുകാരുമൊക്കെ കാത്തു നിന്നിരുന്നു. പക്ഷേ സങ്കടകരമായ കാഴ്ചയാണ്. ഇനിയിപ്പോൾ എന്താണ് വനംവകുപ്പ് എടുക്കുന്ന നടപടികൾ, മറ്റു കാര്യങ്ങൾ? ഈ ഒരു സ്ഥലത്ത് ചെറിയൊരു വീടുണ്ട്. ആ വീടിനോട് ചേർന്നുള്ള ഒരു ചെറിയ സെപ്റ്റിക് ടാങ്ക് ഉണ്ടായിരുന്നു. ആ സെപ്റ്റിക് ടാങ്കിലാണ് ഇന്ന് പുലർച്ചെയോ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോ ഒരു അധികം പ്രായമില്ലാത്ത ഒരു കുഞ്ഞ് ആന വീണതായി നാട്ടുകാർ കണ്ടത്. ആ വീണ ഉടനെ തന്നെ ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റുള്ളവരും എല്ലാം തന്നെ എത്തി ആനയെ കരയ്ക്ക് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. നമ്മൾ എത്തുമ്പോൾ ആ ഒരു സമയത്ത് പോലും ആനയ്ക്ക് വലിയ തോതിൽ ചലനമുണ്ടായിരുന്നു. ആന കയറിപ്പോരുമെന്നുള്ളൊരു ആ തരത്തിലുള്ള ഒരു ചിന്തകളാണ് എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ആനയ്ക്ക് പിന്നീട് ഇത്രയധികം കയറിപ്പോരാനായുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും ആനയ്ക്ക് പിന്നീട് സർവൈവ് ചെയ്യാനായി കഴിഞ്ഞില്ല. ആനയ്ക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. നമ്മൾ ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, ആന ഈ ചെറിയ ഒരു കുഴിയിൽ വീണ് അതിനുള്ളിൽ കൃത്യമായി ശ്വാസം എടുക്കാനായി കഴിയാത്തതിനാൽ തന്നെ ഒരുപക്ഷെ ഇത്തരത്തിൽ മരണം സംഭവിച്ചതാകാം എന്നുള്ളതാണ്. ഈ മേഖലയിലെല്ലാം തന്നെ ഇതിലൂടെയെല്ലാം തന്നെ ആനയ്ക്ക് കയറി വരാനായുള്ളൊരു വഴി ഒരുക്കിയതാണ്. അതായത് JCB ഉപയോഗിച്ച് ഈ കുഴിയിൽ നിന്ന് ആനയ്ക്ക് കയറി വരാനുള്ള ഒരു വഴി ഇതിലൂടെ ഒരുക്കിയതാണ്. നമ്മൾ എത്തി ആ കയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അപ്പോൾ നമ്മൾ കരുതിയിരുന്നത് അതിലൂടെ പിടിച്ച് ആന ഒരുപക്ഷെ കയറി ഇവിടെ നിന്നും പോകും എന്നുള്ളതാണ് നമുക്ക് ആദ്യം കരുതിയിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ അവസാനം വിഫലമായി. നമ്മൾ നോക്കി നിൽക്കെയാണ് ആ മിണ്ടാപ്രാണിക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും വലിയൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു, നാട്ടുകാർക്കും അതിനോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ആനയെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളത്. പക്ഷേ ആ ഒരു പ്രതീക്ഷയെല്ലാം തന്നെ അവസാനിക്കുകയും ചെയ്യുന്നത്. ചാലക്കുടി DFIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ എത്തി ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരുന്നത്. സാറേ, ഇനി അടുത്ത നടപടി എന്താ നമ്മൾ ചെയ്യുക? ഇനി പോസ്റ്റ്മോർട്ടം ഡിസ്പോസലാണ്. ആണല്ലേ? ഈ പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ച് തന്നെയാവും അതോ ഇവിടെ നിന്ന് കൊണ്ടുപോകും? ഇവിടെ നിന്ന് സാഹചര്യം നോക്കിയിട്ട് തൊട്ടടുത്തുള്ള റിസർവ് ഫോറസ്റ്റ് ഉണ്ട്, അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡോക്ടറുടെ അടുത്ത് സംസാരിച്ചിട്ട് ഒരു ഡെസിഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. ശരിയാണ്. ഓക്കെ, അടുത്തത് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നടത്താനുള്ളത്. അതിനുശേഷം വനമേഖലയിൽ ഈ ആനയുടെ ദേഹം സംസ്കരിക്കുമെന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ചാലക്കുടി DFO ഉൾപ്പെടെയുള്ളവർ എന്തായാലും നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ തോതിൽ ഒരു പ്രതീക്ഷ ഇവിടെ കൂടി നിന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നു, നാട്ടുകാർക്കുണ്ടായിരുന്നു, ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ അസ്ഥാനത്തായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർമാരും അതുപോലെ തന്നെ മറ്റുള്ളവരും എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഇതൊക്കെ തന്നെ വിഫലമാവുകയാണ് ചെയ്തത്. ഇവിടെ നിന്ന് വന്നാൽ എങ്ങനെയാണ് ഇനിയിപ്പം നിങ്ങൾ എത്തുന്ന സമയത്ത് ഓൾമോസ്റ്റ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇത്? ശ്വാസം തന്നെയാണോ പ്രശ്നം? അത് ലങ്സ് എഡിമ ആയിട്ടുണ്ടാവും. കാരണം അത് ഇതിൽ താന്നു പോയിരിക്കില്ല സെപ്റ്റിക് ടാങ്കിൽ. അപ്പോൾ ലങ് എഡിമ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതിനോട് ഇടുങ്ങിയിട്ടുണ്ട്. ഒരു സെപ്റ്റിക് ടാങ്കിനകത്തായതുകൊണ്ട് എഡിമ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് മെയിനായിട്ട് മനസ്സിലാക്കി. ഈ ആനകളെ സംബന്ധിച്ച് കിടക്കുന്ന സ്ട്രക്ചർ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ, അതിൻ്റെ പൊസിഷൻ പറഞ്ഞ ലാറ്ററൽ റിക്കമ്പൻസി, സ്റ്റേണൽ റിക്കമ്പൻസി, അങ്ങനെ പ്രധാന. ഇത് തന്നെയാണ് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. തല മാത്രം പുറത്തുണ്ടായിരുന്നു, തുമ്പിക്കുകയും. അപ്പോൾ കുറച്ച് സമയത്തേക്ക് ശ്വാസം എടുക്കാൻ അതിന് സാധിച്ചിട്ടുണ്ട്. 20%. ബാക്കി 80% ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കിടപ്പ് അങ്ങനെയായിരുന്നു. ചെരിഞ്ഞ് കിടക്കുകയായിരുന്നെങ്കിൽ ഇത്രത്തോളം ഒരുപക്ഷെ ആനയ്ക്ക് ആ ശരീരം പൂർണ്ണമായും നനക്കാനൊക്കെ ആയിട്ട് പറ്റിയിരുന്നെങ്കിൽ ഇതിപ്പോൾ ഇടുങ്ങി കിടന്നത്. ശരി, അത്രയും ചെറിയ ഒരു ഇടമായിരുന്നു. അതുകൊണ്ട് തൃശ്ശൂരിലെ പാലപ്പള്ളിയിലാണ് ഇങ്ങനെ സങ്കടകരമായ ഒരു കാഴ്ച. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ വനംവകുപ്പ് വളരെ ശ്രമകരമായി തന്നെ ആ രക്ഷാദൗത്യം നടത്തി നോക്കി. പക്ഷേ ആനയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇനി മറ്റ് നടപടികൾ വനംവകുപ്പ്